കഴിഞ്ഞിട്ടും സദ്യക്ക് ഒരു കുറവ് പീസ് വാങ്ങിക്കാൻ വന്ന അമ്മ കൈ നിറയെ സാധനമായിട്ട് പോകുന്നുണ്ട്. ബൈ, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കൊരു കല്യാണത്തിന് പോയിട്ട് വന്നാലോ. അപ്പം നമ്മൾ ഏകദേശം കല്യാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയ പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അമ്മ എന്ത് ചെയ്യും? അയ്യോ, അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേനും എന്താ അവിടെ ചെറുക്കനെയൊക്കെ എല്ലാവരും സ്വീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് വന്ന് ആദ്യം നമ്മൾ ജ്യൂസ് കുടിക്കുക. അപ്പോൾ 3 തരത്തിലുള്ള ജ്യൂസ് ഉണ്ടായിരുന്നു. തണ്ണിമത്തനുണ്ടായിരുന്നു, ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തോ. പിന്നെ ഞാൻ മറക്കാണ്ട് 2 സമൂസ എടുത്തു. അമ്മ ബജ്ജിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ബജ്ജി തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുക്കനും പെണ്ണ്. അപ്പോൾ ഞങ്ങളിതേ കല്യാണത്തിനൊക്കെ കയറിയിരുന്നു. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ചേട്ടൻ, ബിബിൻ എന്നാണ് ചേട്ടൻ്റെ പേര്. പിന്നെ ദേ ഇവിടെ ചേച്ചീനെ വെൽക്കം ചെയ്യാനായിട്ട് വിഷ്ണുവിൻ്റെയും പിന്നെ വേറൊരു ചേച്ചീൻ്റെ വക നല്ല കിട്ടില്ലെന്നൊരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡാൻസും കൂടി കാണും. കല്യാണം കഴിഞ്ഞു. പിന്നെ നമ്മളുടെ മെയിൻ പരിപാടിയാണല്ലോ സദ്യ. അങ്ങനെ ഓണം കഴിഞ്ഞതിന് ശേഷം സദ്യയ്ക്ക് ഒരു കുറവും ഇല്ലാണ്ട് വീണ്ടും പരിപ്പും പപ്പടവും എല്ലാം കൂട്ടി നല്ല കിട്ടില്ലെന്നൊരു സദ്യ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് മോരുകറിയും പച്ചമോരും, അവസാനമായിട്ട് ഈ മോരുകറിയും പച്ചമോരും കൂടെ കഴിച്ച് കുറച്ച് ചോറും കൂടെ കഴിച്ചില്ലൊരു സമാധാനമില്ല. അങ്ങനെ മൊത്തം കാര്യങ്ങൾ എനിക്ക് നാരങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ നല്ല ക്ലീനായിട്ട് കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സദ്യയൊക്കെ കഴിച്ചു, ക്ഷീണിച്ചു. ഇനി ഒന്ന് കിടന്നുറങ്ങണം അന്തസ്. പക്ഷെ നമുക്ക് വേറെ എങ്ങോട്ടൊക്കെ പോകാനുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പോയിട്ട് വരാം. നമ്മൾ അടുത്തായിട്ട് നേരെ കായംകുളത്തിന് പോവാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ. അങ്ങനെ നമ്മൾ നേരെ SM-ലേക്കാണ് വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് എന്തൊക്കെയോ വാങ്ങിക്കാനായിട്ട്. ഈ സാരിക്ക് ചേർന്നൊരു ബ്ലൗസ് പീസാണ്. കായംകുളം SM-ലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ബ്ലൗസ് പീസ് ഉണ്ട്. ബ്ലൂ തന്നെ മതി, ബ്ലൂ തന്നെ ഒന്ന് കാണിക്കാമോ? ബ്ലൗസ് പീസ് എടുക്കാൻ വന്ന അമ്മയാണ്. ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് ചുരിദാർ സെക്ഷനിൽ നിന്ന് നേരെ കോട്ട് സെറ്റ് സെക്ഷൻ വരെ എത്തി. ഇനി എപ്പോഴാണ് പോകുന്നതെന്നാ? എന്തെങ്കിലും കിട്ടിയോ? അടുത്തത് തപ്പി തുടങ്ങി. ഓക്കെ, റെഡ്. അതും കൊള്ളാം. രണ്ടും നല്ലയാ, കുഴപ്പമൊന്നുമില്ല. ₹198 കേട്ടോ ഇതിന്. ഇഷ്ടപ്പെട്ടോ അമ്മേ? അത് രണ്ടും അങ്ങ് എടുത്തോന്നോ? റെഡ് മാത്രം മതിയോ? പട്ടി പോസ്റ്റായി. ബ്ലൗസ് പീസ് വാങ്ങിക്കാൻ വന്ന അമ്മ കൈ നിറയെ സാധനമായിട്ട് പോകുന്നുണ്ട്. നമ്മളങ്ങനെ SM-ന്ന് ഇറങ്ങിയിട്ട് അടുത്ത് നമ്മൾ സ്മാർട്ട് ബസാറിലേക്കാണ് യാത്ര. മേ ബസ്. രാവിലെ കല്യാണം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ നമ്മളാണ്. ഇനി കയറാൻ കായംകുളത്ത് സ്ഥലമില്ല. നോക്കൂ, ചിരി ഉണ്ടാ അയ്യാടാ. അങ്ങനെ നമ്മൾ സ്മാർട്ട് ബസാറിലും എത്തി. ശരിക്കും ഒരു പാലാച്ച് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും സ്മാർട്ട് ബസാറിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഗിഫ്റ്റ് തപ്പിപ്പോവാം. എവിടെയാ? ഇതാണോ ഗിഫ്റ്റ്? വെക്കോടെ പോ. അതെ, ഇവിടെ ഉണ്ടല്ലോ ബാഗ്, ട്രോളി. അച്ചടിക്കുന്നു. ഇതെന്താന്ന് മനസ്സിലായവർ കമൻറ്റ് ബിലോ. ഇത്രയും വലുതോ? ഇതെന്തോ സാധനം എന്ന് വെച്ചാൽ? ഇത് മറ്റേ കപ്പ ഇടിക്കുന്നതായിരിക്കും കേട്ടോ. ഇതെന്തെന്ന് മനസ്സിലായവർ കമൻറ്റ് ബിലോ. ഇതാണ് സാധനം. ഇതെന്താന്ന് പക്ഷെ അറിയില്ല. ലാസ്റ്റ് നമ്മളിത് ഫൈനലൈസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നോക്കി. ഇതാണ് സാധനം.
ഈ ഒരു സാധനം വാങ്ങിക്കാനാണ് നമ്മളിവിടെ വരെ കയറിയത്. കഴിഞ്ഞു, തിരിച്ചു പോവാം നമ്മൾ. ഇനി അടുത്ത് എങ്ങോട്ടാണെന്ന് കണ്ടറിയാം. എന്തായാലും നമ്മൾ കായംകുളം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ചെറുക്കനെ കാണാൻ എങ്ങനെ പോകാൻ പറ്റുന്നേ? നമുക്ക് നേരെ പ്രണവത്തിലേക്ക് പോവാം. നമ്മളുടെ ചെറുക്കനെ കാണാൻ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒന്നും ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ പ്രണവത്തിലെത്തി ഗായ്സ്. ഇവിടെ ആരും ഇല്ലേ? സർപ്രൈസ്! നിങ്ങൾ എന്തുവാ ഈ എക്സ്പ്രഷൻ ഒക്കെ കാണിച്ചേ? എന്റെ ശുണ്ടടി പണിയാണ് ഇത്. ആരും പൊട്ട് പൊട്ട് നിനച്ച് നല്ല രസമുണ്ടല്ലോ. ഇവന് കോപി പൊട്ടനേക്കാളും ചേർന്ന് തുങ്കുടി ചുണ്ട് പൊടുത്തുന്നേ. എന്തിനാ വിഷുവിന്റെ മുത്ത് എന്തിനാ ചുണ്ട് പൊടുത്തുന്നേ? ഈ മക്കളെ അമ്മൂമ്മ വിളിച്ചെന്ന്. അയ്യോ, എന്റെ സുന്ദരിയാണോ? അപ്പച്ചി പൊന്നാണോ? കുഞ്ഞൊക്കെ വരുന്നേ ഇപ്പൊ. ആയിരുന്നോ? ഒക്കെ വരുന്നോ? ആയിരുന്നോ? പാട്ടൊക്കെ പാടിയാണോ ഉറങ്ങിയിരുന്ന്? ആണോ? അയ്യോ, കമന്ന് വീടി മോളെ. 2 തവണ കമന്ന് വീണു. അതിനെന്താ വീഴേ? വീഴേ? എന്തുവാ? എന്റെ അമ്പടാണോ ഇത്? അപ്പച്ചി മുത്താണോ ഇത്? ഷൊത്താണോ ഇത്? പൊന്നെ ആരാക്കളെ പൊന്നെ? അപ്പച്ചി വന്ന് വിളിച്ചോ മക്കളെ? അപ്പച്ചി വന്ന് വിളിച്ചോ? വിളിച്ചോ? അങ്ങോട്ട് വെച്ചിട്ട് ഫോൺ എന്താ വേണ്ടേ? മുടിയല്ല വേണ്ടേ? മുടി വിട്. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഇനി വായിക്കൈ വെച്ച് വായിക്കൈ വെച്ചോ. എന്നെ കൈ വെച്ചോ. അയ്യടാ, എന്നെ വായിക്കൈ വെച്ചു. എന്നെ വായിക്കൈ വെച്ചോ. കഴിച്ചു എന്നെ കഴിച്ചു 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 എന്നെ കഴിച്ചു 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 എന്നെ കഴിച്ചു കഴിച്ചു. എന്റെ ശുണ്ണ നീ കടിച്ചാണ്. എന്റെ ശുണ്ണടി ആണോ? എന്നാ പോയിട്ട് വരാം. ടാറ്റ, ബൈ ബൈ. അയ്യോ, ഞെട്ടിയിരിക്കുന്നു നോക്ക്. ടാറ്റ ടാറ്റ. ചിരിച്ചേ. ബൈ. അഡ്വക്കേറ്റ് ഐശ്വര്യ ബി പിള്ളை. എന്തിനും കോണ്ടാക്ട് ചെയ്യാം അല്ലേ ഐശു? പിന്നല്ല. ഇപ്പൊ പ്രസവിച്ചിരിക്കോ? 2 മാസം കൂടി കഴിഞ്ഞ് യു ക്യാൻ കോണ്ടാക്ട്. മാവേലിക്കര കോടതി. എന്റെ സുന്ദരി ഇരിക്കുന്ന നോക്കിക്ക അവിടെ. അയ്യോടാ. ഓക്കെ, അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. രാവിലെ കല്യാണത്തിന് പോയതാ. സോ ഫുൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ഇട്ട് കാണാം.